വൈകുന്നേരത്തെ ചായയുടെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ചായക്കടിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. കാരണം ഫ്രഞ്ച് ഫ്രൈസും ലൈസൊക്കെ ഇഷ്ടമാവുന്ന കുട്ടികൾക്ക് ഇത് എന്തായാലും നല്ല ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് പകുതി മതിയെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് തയ്യാറാക്കണമെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലി ഒന്ന് ആദ്യം പീൽ ചെയ്തെടുക്കണം. തൊലി കളഞ്ഞതിന് ശേഷം നമ്മളിത് ഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുക്കാം. തൊലി ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് കഴുകാം. കഴുകിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കണം. ചെറുതായിട്ട് കട്ട് ചെയ്താലൊന്നും ശരിയാവില്ല. കാരണം നമുക്കിതൊന്നും ഇങ്ങനെ നമ്മളെ ഉള്ളിവടയൊക്കെ ഇല്ലേ അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ പിടിക്കുമ്പോൾ ഒരു ഇത് പിടുത്തം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നേ വേണം. നല്ല നമുക്ക് ഉരുളക്കിഴങ്ങ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ടോ നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത ഉടനെ തന്നെ നമുക്കൊരു ബൗളിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരു കറ ഇളകും, അതിൻ്റെ കളർ ചേഞ്ച് ആവും. അതുകൊണ്ടാണ്. അപ്പോൾ ഗ്രേറ്റ് ചെയ്ത ഉടനെ തന്നെ ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെക്കുക. അതിന് ശേഷം നമുക്ക് എല്ലാം ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം നമുക്ക് ഒഴിവാക്കണം കേട്ടോ. ഈ കറയുള്ള ഈ വെള്ളം ഒഴിവാക്കണം. ഇനി നമുക്ക് ഈ ബോൾ തന്നെ നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് തന്നെ ഈ ഒരു ഗ്രേറ്റ് ചെയ്ത ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതിൽ വെള്ളം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പിഴിഞ്ഞ് ഒഴിവാക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതിലോട്ട് ഒരു 3 പച്ചമുളകും അതുപോലെ തന്നെ ഒരു ഇഞ്ചിയും. എൻ്റെ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളൂ. എരിവില്ലാത്താണെങ്കിൽ 3 എണ്ണോ 4 എണ്ണോ ഇടാം. ഈ ഇഞ്ചി നമുക്കിതുപോലെ തൊലി ഒഴിവാക്കിയതിന് ശേഷം ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നീളത്തിലും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ക്രോസ് ആയിട്ടും കട്ട് ചെയ്തിട്ട് ചെറുതാക്കി പൊടിയായിട്ട് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് പച്ചമുളകും ഇതുപോലെ തന്നെ പൊടിയായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ഇതുപോലെ തന്നെ പൊടിയായി കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കില്ല ആ ഒരു ഇതിൽ തന്നെ കുറച്ച് പൊടികളൊക്കെ ഇടുന്നത് കുറച്ച് വ്യത്യാസം എന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3-4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. കടലപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ മൈദപ്പൊടി കുറച്ചും കൂടി അളവിൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് പാകത്തിന് വെള്ളം കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതാവുന്ന രീതിയിലാണ് വേണ്ടത്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ അതിന് അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതേപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇവിടെ പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാവട്ടെ. ഇത് ചൂടായതിന് ശേഷം നമുക്കിതുപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഈ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ള അനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനും. കൈ വെച്ചാൽ ഇങ്ങനെ കൂടി കിട്ടണം. അതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി നമുക്കിതെല്ലാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കാരണം അതിൻ്റെ ഉൾവശമൊക്കെ വേവാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ വെന്ത് നല്ല മൊരിഞ്ഞ് വരും. അവസാനം ഒന്ന് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം പാനിൽ നിന്ന് മാറ്റിയാൽ മതി. അപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഉൾവശം നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ പുറം ഭാഗം നല്ല ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചു. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് 2 വശവും ഒന്ന് ഇതുപോലെ ഒന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് മാറ്റിയാൽ മതി. അങ്ങനെയാണ് ഇത് മൊരിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ പുറം ഭാഗം നല്ലപോലെ കരിഞ്ഞ് വരികയും ചെയ്യും, ഉൾവശം വേവില്ല. ഇനി നമുക്കിത് 2 ഭാഗവും നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു സ്റ്റെയിനറിലോട്ട് മാറ്റാം.
അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണിത്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഈ ഒരു ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിൽ ഈ വെറുതെ ഇരിക്കുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അധികം ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. എങ്ങനെ വീട്ടിലുണ്ടെങ്കിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. മല്ലിയില പോലും ഇത് ചേർക്കൽ നിർബന്ധമില്ല. കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി, ഒരു ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ഒന്ന് കൊടുക്കുക. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. കാരണം നമ്മുടെ മക്കൾക്ക് പൊട്ടാറ്റോ എങ്ങനെ ചെയ്തെടുത്താലും ഇഷ്ടമല്ല. ഫ്രഞ്ച് ഫ്രൈസ് ചെയ്തെടുത്താലും അതുപോലെ തന്നെ വെറുതെ ഒന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്താൽ തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 4 മണി ചായയുടെയൊക്കെ കൂടെ കൊടുക്കാൻ പറ്റുന്ന നല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കായിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.